പ്രൊജക്ടൈൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ ഇങ്ങനൊരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ ബോഡി ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ allowed to move under the influence of gravity alone is called a projectile. അതായത് ഒരു ബോഡി അതിന് നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, എറിയുക അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വിടുക, സെൻഡ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ പോവും, ഇങ്ങനെ പോയി ഒരു പാരാബോള ഷേപ്പിൽ വന്ന് സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ വന്ന് അത് പതിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ allowed to move under the influence of gravity alone. ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ഇതിനാകെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ ഗ്രാവിറ്റി മാത്രമാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ എലോൺ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ മാത്രം പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ, ഈ ഒരു ബോഡിയിലെ മോഷനെയാണ് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എ ഷോട്ട് ഫയർഡ് ഫ്രം എ ഗൺ, ഒരു തോക്കിൽ നിന്ന് വരുന്ന ഉണ്ട. എ ബോൾ ത്രോൺ ഇൻ എ ഡയറക്ഷൻ, ഒരു ബോൾ ഏതെങ്കിലും ഡയറക്ഷനിൽ എറിയുക, അതും ഇതിന് എക്സാമ്പിളാണ്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എൻ എയറോപ്ലെയിൻ, ഒരു എയറോപ്ലെയിനിൽ നിന്ന് ഒരു ബോഡി നമ്മൾ എറിയുക അല്ലെങ്കിൽ നമ്മൾ താഴ്ത്തേക്ക് ഇടുക, അതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. സ്റ്റേറ്റ് സിലബസുകാർക്ക് വളരെ സിമ്പിളായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. സിമ്പിൾ മീൻസ് അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇക്വേഷൻസ് മാത്രം പറഞ്ഞു പോവാണ് അവരുടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ്, ഇത്രയും ഡീറ്റെയിൽ ഇത് പറയേണ്ട ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഹയറിലേക്ക് ബിടെക്കോ അല്ലെങ്കിൽ BSc ഒക്കെ പഠിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും ഈ ഒരു കൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ഇതിലാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇത് നോക്കാം. ഇത് നമ്മുടെ X ആക്സിസ്, നമ്മുടെ Y ആക്സിസ് സങ്കല്പിക്കുക. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, അത് U ആണ്. അതിങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീഴുന്നു. ഈ ഒരു പാരാബോള പാത്ത് ഉണ്ടല്ലോ, ഈ പാരാബോള ഷേപ്പ്, ഈ ഒരു പാത്തിനെ, പാരാബോള ഷേപ്പിലുള്ള ഈ പാത്തിനെ, ഈ ഒബ്ജക്റ്റ് പോയിട്ടുള്ള ഈ പാരാബോള ഷേപ്പുള്ള പാത്തിനെ പറയുന്നതാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. ട്രജക്ടറി കണ്ടില്ലേ. ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വളരെ ബേസിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ, വെക്റ്റർ എന്ന ചാപ്റ്റർ, നമ്മൾ വെക്റ്ററിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഈ വെക്റ്റർ എന്ന ചാപ്റ്ററിൽ നമുക്കൊരു വെക്റ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വെക്റ്റർ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെക്റ്റർ, ഈ ഒരു വെക്റ്ററിന് 2 കമ്പോണൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വെക്റ്ററിന് X ആക്സിസിലൊരു കമ്പോണൻ്റ് ഉണ്ട്, Y ആക്സിസിൽ മറ്റൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് 2 വെക്റ്റേഴ്സ്, X ആക്സിസിൻ്റെ ഡയറക്ഷനിൽ ഒരു വെക്റ്റർ, Y ആക്സിസിൻ്റെ ഡയറക്ഷനിൽ മറ്റൊരു വെക്റ്റർ, ഇങ്ങനെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വലിക്കുക, അതുപോലെ സെയിം ഫോഴ്സിൽ 10 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ ഒരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കയറി കെട്ടിയിട്ട് 10 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വലിക്കുക, 10 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ അത് എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ടാണ് പോവുക. അതാണ് ഇതിൻ്റെ റിസൾട്ട് ഫോഴ്സ് എങ്ങോട്ടാണ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് റിസൾട്ടൻ്റ്. അപ്പോൾ ഈ വെക്റ്ററിൻ്റെയും ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടല്ല. അപ്പോൾ ഇതൊരു വെക്റ്ററാണ് അല്ലേ? ഈ വെക്റ്ററിൻ്റെയും റിസൾട്ടൻ്റാണ് ഈ വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ അതേ വെക്റ്റർ തന്നെയല്ലേ ഇപ്പോൾ ഇതേ ഡയറക്ഷനിൽ ഞാൻ ഇങ്ങനെ വരച്ചൊരു വെക്റ്ററിനെ. ഈ വെക്റ്ററിന് 2 കമ്പോണൻസ് ഉണ്ട്. നേരെ തിരിച്ചാലോചിക്കുക. ഇതെങ്ങനെയാണോ പറഞ്ഞത് തിരിച്ചാലോചിക്കുക. ഈ വെക്റ്ററിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞൂടെ? അതാണ് ഇതെന്ന്. ഓക്കെ, X ആക്സിലൊരു കമ്പോണൻറ്റ്, Y ആക്സിൽ മറ്റൊരു കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പോണൻസ് എന്നുള്ള ആശയം നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്നാലാണ് +1 +2 നമുക്ക് ഈസി ആവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ അതിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു.
അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഞാൻ എന്ത് പറഞ്ഞു, ഒരു എക്സ് ആക്സിസിൽ ഒരു വെക്റ്ററും വൈ ആക്സിസിൽ മറ്റൊരു വെക്റ്ററും ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വെക്റ്റർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും അല്ലേ, അപ്പോൾ അതിന് നമ്മൾ വരയ്ക്കും. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണം. നമുക്കൊരു വെക്റ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 2 കമ്പോണൻസ് ആക്കാൻ നമുക്ക് പറ്റണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വെലോസിറ്റി എന്ന് പറയുന്ന വെക്റ്ററിനെയും അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്ന മറ്റൊരു വെക്റ്ററിനെയും, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെയല്ലേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്ന വെക്റ്ററിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. വെലോസിറ്റി എന്ന് പറയുന്ന വെക്റ്ററിനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് അല്ലേ, വെലോസിറ്റി വെക്റ്ററിൻ്റെ കമ്പോണൻസ് അല്ലേ ഇതും 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 ഇതും. അപ്പോൾ 2 കമ്പോണൻസ് കിട്ടി. ഇനി മറ്റൊരു വാക്ക് നമുക്ക് പരിചയപ്പെടാം. ഹൊറിസോണ്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം എക്സ് ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈൻസിനെയാണ്. ഗ്രാഫിലെ എക്സ് ആക്സിസിനോട് പാരലായിട്ടുള്ള ഈ ലൈൻസിനെയാണ്, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ലൈൻസിനെയാണ് ഹൊറിസോണ്ടൽ എന്നും ഈ ലൈൻസിനെയാണ് വെർട്ടിക്കൽ എന്നും പറയുന്നത്. അറിയാലോ, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ഇതെല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ്, ഇതൊക്കെ വെർട്ടിക്കൽ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഇതൊരു കമ്പോണൻ്റാണ്, ഇത് വെലോസിറ്റിയിലെ മറ്റൊരു കമ്പോണൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്പോണൻറ്റിനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് വിളിച്ചൂടെ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആണിത്. ഇതിനെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് വിളിക്കാം, കാരണം ഈ ലൈൻ വെർട്ടിക്കലാണ്. സോ ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ആ ഒരു പേര് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ അറിയാത്തൊരു ടേം ആയതുകൊണ്ട്, 10 വരെ നിങ്ങൾ പഠിക്കാത്ത ടേം ആയതുകൊണ്ട് ഒരു പുതിയ ടേം പോലെ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ആക്സിലറേഷന് ഇതേപോലെ തന്നെ ഈ ഡയറക്ഷനിലാണോ നമ്മുടെ ബോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പോകുന്നത്. അപ്പോൾ ആക്സിലറേഷനും ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. എങ്ങോട്ടാണോ ഒബ്ജക്റ്റ് പോകുന്നത് ആ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആക്സിലറേഷൻ്റെ ഒരു കമ്പോണൻറ്റ്, അതായത് ഇത് മറ്റൊരു കമ്പോണൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്നും ഇതിനെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്നും. അതുപോലെ തന്നെ ഇതിനെയും ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പറയണത്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്നും ഇതിനെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്നും പറയാം. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ള പേരാണ്. ഇനി വെക്റ്റർ വെച്ചിട്ട് നമുക്ക് ഇവരെ കറക്റ്റ് ഒരു നെയിം നമുക്ക് കൊടുക്കണം. ഓക്കെ, സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പറയണത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇനി വെലോസിറ്റിയുടെ കാര്യമാണ് പറയണത്. ഇവിടെ മുഴുവൻ വെലോസിറ്റി, ഇവിടെ ആക്സിലറേഷൻ. നോക്കാം, ഇതാണ് നമ്മുടെ, ഒന്നുകൂടി പറയുകയാണ്, പിന്നെയും പറയണത്, പിന്നെയും മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ വെക്റ്റർ. ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി വേറൊരു കാര്യം പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് കമ്പോണൻസിന് നെയിം ചെയ്യുക, പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കമ്പോണൻറ്റ് കിട്ടിയാൽ അതിന് നമുക്ക് പേര് കൊടുക്കാൻ അറിയണം. ഇതിപ്പോൾ ഈ ഒരു വെക്റ്റർ ഏത് വെക്റ്ററേലും ആയിക്കോട്ടെ, ഇതിപ്പോൾ AJ എന്ന് പേരുള്ളൊരു വെക്റ്ററാണെന്ന് വിചാരിക്കാം. അങ്ങനെ വെക്റ്റർ ഇല്ല, AJ എന്ന് പേരുള്ളൊരു വെക്റ്ററാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയണം. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടായിട്ട് ഇതിനൊരു ആംഗിൾ ഫോം ചെയ്യും ഉണ്ടല്ലോ. നമ്മൾ 6 അടിക്കുമ്പോൾ ആ ബോൾ പോകുന്ന ഡയറക്ഷനും ഗ്രൗണ്ടും തമ്മിലൊരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിളിനെ തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് തന്നെയല്ല അവിടെ ഏകദേശം നമ്മുടെ ഗ്രാഫിൽ വരച്ചുള്ളത്. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. ഇനി ഇത് ഈ വെക്റ്ററിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ ആണെങ്കിൽ ഏത് ആക്സിസിനോടാണോ തീറ്റ ആംഗിൾ ഉള്ളത്, ചേർന്ന് നിൽക്കുന്നത് ആ ഭാഗത്ത് കോസ് എഴുതുക, മറ്റേ ഭാഗത്ത് സൈൻ എഴുതുക. ഇങ്ങനെ ചരിച്ചെഴുതണം, സൈൻ എഴുതുക. അപ്പോൾ തീറ്റ എവിടെയാണോ ചേർന്ന് നിൽക്കുന്നത് ആ ഭാഗം കോസും മറ്റേ ഭാഗം സൈനും.
ഇനി ഈ ആംഗിൾ ഇവിടെയും കൊടുക്കുക, ഈ ആംഗിൾ തന്നെ ഇവിടെയും കൊടുക്കുക, തീറ്റ തീറ്റ കൊടുത്തു. ഇനി ഈ വെക്റ്ററിൻ്റെ പേര് ഇവിടെ എഴുതുക, എ ജെ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഈ വെക്റ്റർ വെച്ചിട്ടുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് എ ജെ കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻ്റ് ആവുമ്പോൾ എ ജെ സൈൻ തീറ്റ. ഇവിടെ നിന്ന് കിട്ടിയ ഈ പേര് ആണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അപ്പോൾ ആ പേര് എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വെക്റ്റർ കിട്ടിയാലും ഈ കമ്പോണൻസിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ചെയ്തിട്ട ക്ലാസ്സാണ്, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇനിയൊരു വെക്റ്റർ, ഏത് വെക്റ്റർ വേണമെങ്കിലും ആവട്ടെ, നമുക്ക് ഒരു സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്റ്റർ എടുക്കാം. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആണ്, എക്സ് ആക്സിലുള്ള കമ്പോണൻസ് ആണ് ഇത്, വൈ ആക്സിലുള്ള കമ്പോണൻറ്റ് ഇത്. എക്സ് ആക്സിലുള്ള കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആംഗിൾ എവിടെയാണോ ചേർന്നിരിക്കുന്നത്, ആ ചേർന്നിരിക്കുന്ന ഭാഗം നമ്മൾ തീറ്റ ആണല്ലോ, തീറ്റ എവിടെയാണോ തീറ്റ ഏത് ആക്സിസിനോടാണോ ചേർന്നിരിക്കുന്നത് ആ ആക്സിസ് കോസ്, മറ്റേത് സൈൻ അല്ലേ. ഈ ആംഗിൾ ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക, വെക്റ്ററിൻ്റെ പേര് മുമ്പിൽ എഴുതുക. അപ്പോൾ സെഡ് സൈൻ തീറ്റയാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സെഡ് കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സെഡ് സൈൻ തീറ്റ. ഇനി അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ആ ഡൗട്ട് നമുക്കിപ്പോൾ പറയാം. ഞാനൊരു വേറൊരു വെക്റ്റർ വരയ്ക്കുകയാണ്, ആ വെക്റ്റർ വരയ്ക്കുന്ന ഡൗട്ട് ക്ലിയർ ആവും. നമ്മുടെ ഏജ് തന്നെ ആയിക്കോട്ടെ വെക്റ്ററിൻ്റെ പേര് ഏജ്. അപ്പോൾ ഞാൻ ഈ ആംഗിൾ തീറ്റ എടുത്തിട്ടുള്ളത് ഈ തീറ്റയാണ്. ഇവിടെയാണ് ആംഗിൾ തീറ്റ ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീറ്റ ഏത് ആക്സിസിനോടാണോ ചേർന്നിരിക്കുന്നത് ആ ആക്സിസ് കോസ്. ഇവിടെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല, അല്ലാത്ത ഭാഗം സൈൻ. ആംഗിളിൻ്റെ പേര് ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഏജ് എന്നുള്ള ആ വെക്റ്ററിൻ്റെ പേര് ആദ്യം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നേരെ മാറി. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഏജ് കോസ് തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഏജ് സൈൻ തീറ്റയും. കണ്ടില്ലേ? ഇങ്ങനെയാണ് കമ്പോണൻസ് അവർക്ക് പേര് കൊടുക്കുക. ഇനി നമുക്കിവിടെ അറിയേണ്ടത് വെലോസിറ്റി വെക്റ്റർ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഈ പഠിച്ച രീതിയിൽ ഇവർക്ക് കമ്പോണൻസ് കാണണം. അവരുടെ എക്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ പേരും വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ പേരും കൊടുക്കാം. ചില കാര്യങ്ങൾ നമ്മുടെ ഇത് വരച്ചു. ഇത് അറിഞ്ഞാലാണിത് അതായത് സ്റ്റേറ്റ് ആയാലും CBSE ആയാലും VHSE ആയാലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്റ്റർ. തീറ്റ ഇവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ വെലോസിറ്റി വെക്റ്റർ ഇത് കോസ്, തീറ്റ ചേർന്ന് നിൽക്കുന്ന ഭാഗം കോസ്, ഇത് സൈൻ. ആംഗിൾ ഇവിടെയും കൊടുക്കുക, ഈ തീറ്റ ഇവിടെയും കൊടുക്കുക. വി അല്ലേ, വി ഇവിടെ എഴുതുക, ഇവിടെ വി എഴുതുക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ യു ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ യു ആക്കുന്നുണ്ട്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ടെക്സ്റ്റ് ബുക്കിൽ യു കൊടുത്തിട്ടുള്ളത് കൊണ്ട് യു ആക്കുന്നു. പിന്നെയും പറയുന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ളതുകൊണ്ടാണ്. വി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു ലെറ്റർ അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ കാര്യം നോക്കുക. അതേ ഡയറക്ഷൻ തന്നെ ആക്സിലറേഷൻ വരിക. തീറ്റ ഫോം ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. തീറ്റ ചേർന്ന് നിൽക്കുന്ന ഭാഗം കോസ്, അല്ലാത്ത ഭാഗം സൈൻ. ആംഗിൾ ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ആക്സിലറേഷനാണ്, സോ എ ഇവിടെ എഴുതുക, ഇവിടെ എഴുതുക. ഇത്രയുള്ള പരിപാടി, ഇത്ര ഈസിയാണ്. ഇനി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ. ആക്സിലറേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ. ഇത്രയും ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റും. വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതായത് വെലോസിറ്റിയുടെ ഒന്നും കൂടി എഴുതുന്നുണ്ട്, വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതായത്
ആ പ്രൊജക്ടൈൽ മോഷനിൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20. അതുപോലെ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യും. അത് എത്രയാണെന്നൊന്നും പഠിക്കേണ്ട, ചേഞ്ചസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അത്ര പഠിച്ചാൽ മതി. വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യും, ഹൊറിസോണ്ടൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്കറിയേണ്ടത് അതുപോലെ തന്നെ സ്പീഡിൽ എഴുതുമ്പോൾ സ്പെല്ലിംഗ് കേട്ടോ, കാര്യം കണ്ട. വെലോസിറ്റി ഒരു സംഭവം കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് v-u/t അല്ലെങ്കിൽ ഡെൽറ്റ v/Δt. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു വെലോസിറ്റി v1 10, v2 10, v3 10. അങ്ങനെയാണെങ്കിൽ v3 മൈനസ് v2 10 - 10 0 ആവും. അതുപോലെ v2 മൈനസ് v1 എന്താവും? 10 - 10 അതും 0 ആവും. അപ്പോൾ v കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ v/Δt, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ത് കിട്ടും? 0/t കിട്ടും. 0/t എന്ന് പറഞ്ഞാൽ 0 തന്നെ, അതായത് ആക്സിലറേഷൻ 0. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഹൊറിസോണ്ടലിലുള്ളത് 0 ആവും. ഇനി വെലോസിറ്റി വെർട്ടിക്കലിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയല്ല പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. ഓൾറെഡി പറഞ്ഞു, എ എന്ന് പറയുന്നത് v അല്ലെങ്കിൽ ഡെൽറ്റ v/Δt ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ v2 മൈനസ് v1 ആണ്. അപ്പോൾ v2 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു അളവുണ്ട്, ഒരു വാല്യൂ ഉണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 അല്ലെങ്കിൽ 8, 7 എന്ത് വേണമെങ്കിലും ആവാം. എന്ത്? v1, v2, v3. അപ്പോൾ 8 - 10 പൂജ്യമല്ല, 7 - 8 അല്ലെങ്കിൽ 7 - 10 എന്ത് ചെയ്താലും ആക്സിലറേഷൻ ഒരു വാല്യൂ ഉണ്ട്. എവിടെ? ആക്സിലറേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ വാല്യൂ ഉണ്ട്. ഇനി ഈ കാര്യങ്ങളും ഇതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ പ്രൊജക്ടൈൽ മോഷനിൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നും വെലോസിറ്റിയുടെ വെർട്ടിക്കൽ ഒരു വാല്യൂ ഉണ്ടെന്നും ഉള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത്ര പഠിച്ചാൽ മതി. വേറെ ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ മനസ്സിലായില്ല, അപ്പോൾ ജസ്റ്റ് ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റൈൽ മോഷനിലാവുമ്പോൾ അതിങ്ങനെ പോയി ഇവിടെ വന്ന് വീഴും, സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പറഞ്ഞ കാര്യങ്ങൾ ഇനി ഈ ഒരു ഫിഗർ വെച്ച് പറയാൻ പോവാണ്. ഇവിടുന്ന് u വെലോസിറ്റിയിൽ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഏത് പോയിന്റിലാണെങ്കിലും ഈ പോയിന്റിൽ വെലോസിറ്റിക്ക് ഏത് പോയിന്റിലുണ്ട്, അത് ഞാൻ ഈ പോയിന്റ് മാത്രം എടുക്കണുള്ളൂ. ഈ പോയിന്റിൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ട്, പഠിച്ചിരുന്നു. ഇങ്ങനെയാണെങ്കിൽ അല്ലേ, ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഇത് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. നമ്മൾ പഠിച്ചു എന്ത്? വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ കമ്പോണൻറ്റ്, ഈ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതിവിടെ മാത്രമല്ല, ഈ ഒരു പോയിന്റിൽ വെലോസിറ്റിയുടെ വെക്റ്ററിൻ്റെ കമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ആ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ചേഞ്ച് ചെയ്യും അല്ലേ, അത്രേ പറഞ്ഞുള്ളൂ. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഈ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടി നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഇതാണ് അല്ലേ, ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ അത് അറിഞ്ഞാൽ മതി. ഇനി
ആക്സലറേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ആക്സലറേഷൻ എടുക്കുക. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ പഠിച്ചിരുന്നു. ആക്സലറേഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആണ്, പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻറ്റിന് വാല്യൂ ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പിന്നെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനി ഇത് പോകുമ്പോൾ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ആക്സലറേഷൻ നമ്മൾ പറഞ്ഞു എന്ത് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു അല്ലേ, വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സലറേഷൻ പീക്കായിരിക്കും, കുറഞ്ഞ് ആക്സലറേഷൻ കുറഞ്ഞു കാണിക്കാം. ആക്സലറേഷൻ 10 എന്നുള്ളത് 8, 7, 6, 5, 4, 3, 2, 1, 0. പിന്നെയും എന്ത് ചെയ്യും? ആക്സലറേഷൻ കൂടി വരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ഇങ്ങനെയാണ് ആക്സലറേഷൻ മാറിക്കൊണ്ടിരിക്കുക. അതായത് ഏറ്റവും പീക്കിൽ, അതായത് ഈ പോയിന്റിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ വെലോസിറ്റി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് എന്തുണ്ട്? വാല്യൂ ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആക്സലറേഷൻ കുറഞ്ഞ് 0 ആയി, പിന്നെ കൂടി ഏറ്റവും പീക്കിലെത്തി ഇവിടെ വന്ന് പതിച്ചു. പക്ഷേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പോയിന്റിലും, അത് നിങ്ങൾ ചോദിക്കാറുണ്ട്, ഈ പോയിന്റിലും വെലോസിറ്റി ഉണ്ട്. ഇനി NCERT വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. വേഗം തീർക്കണം, സമയം കൂടി തുടങ്ങി. ആദ്യത്തെ ലൈൻ പറഞ്ഞു പ്രൊജക്റ്റൈൽ എന്താണെന്നുള്ളത്, എക്സാമ്പിൾസും പറഞ്ഞു. എ ബോഡി ക്യാൻ ബി പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഇൻക്ലൈൻ അറ്റ് എൻ ആംഗിൾ ടു ഹൊറിസോണ്ടൽ. അത് വേണ്ട. ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പ്രൊജക്റ്റൈൽ ഈസ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞു ഈ പ്രൊജക്റ്റൈലിൽ ആക്ട് ചെയ്യുന്ന ആകെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ്സ്, അത് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴ്ത്തിക്കല്ല വലിച്ചുകൊണ്ടിരിക്കുക. ദ പ്രൊജക്റ്റൈൽ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി ആക്സലറേഷൻ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഞാൻ പറഞ്ഞു ആക്സലറേഷൻ്റെ ഹൊറിസോണ്ടൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രൊജക്റ്റൈൽ ഡസ് നോട്ട് എക്സ്പീരിയൻസ്, വാല്യൂ ഇല്ല, എനി ആക്സലറേഷൻ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ദ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് കോൾഡ് ട്രജക്ടറി. ഈ പാത്തിനെയാണ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റൈലിൻ്റെ ഈ പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പാരാബോള, ഈ ഷേപ്പാണ് പാരാബോള. ദ പ്രൊജക്റ്റൈൽ മോഷൻ ഇസ് ദി കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആൻഡ് വെർട്ടിക്കൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ഞാൻ പറഞ്ഞു ഈ പോക്കിൽ നമുക്ക് എന്ത് മാത്രം പഠിച്ചാൽ മതി? നമുക്ക് ആകെ പഠിക്കാനുള്ളത് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആക്സലറേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും. അപ്പോൾ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെയും ആക്സലറേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ ഈ ട്രജക്ടറി പാത്ത് എന്ന് പറയുന്നത്. ട്രജക്ടൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ with constant velocity and vertical motion with constant acceleration. Let a body be projected with an initial velocity u എന്ന വെലോസിറ്റിയിൽ ബോഡി മുകളിലേക്ക് പൊന്തുകയാണ് അറ്റ് an angle തീറ്റ ആംഗിൾ വെച്ചിട്ട് വിത്ത് ഹൊറിസോണ്ടലായിട്ട്, അതായത് ഹൊറിസോണ്ടൽ ഭാഗത്തോട് ഉള്ള ആംഗിളാണ് തീറ്റ എന്നാണ് പറഞ്ഞത്. u is called velocity of projection. u എന്ന് പറയുന്നത് പ്രൊജക്ഷൻ വെലോസിറ്റിയാണ്, അതായത് പോകുന്ന ഇനീഷ്യൽ വെലോസിറ്റി. ദ വെലോസിറ്റി യു ക്യാൻ ബി റിസോൾവ് ഇൻ ടു, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, നല്ല ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണത്രേ ഉള്ളൂ. ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 കമ്പോണൻസ്, യു കോസ് തീറ്റ, എക്സ് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ യുവിനെ നമുക്ക് 2 കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ യു കോസ് തീറ്റയും വൈ ഡയറക്ഷനിൽ യു സൈൻ തീറ്റയും. യു കോസ് തീറ്റ അലോങ് എക്സ് ഡയറക്ഷൻ, യു സൈൻ തീറ്റ അലോങ് വൈ ഡയറക്ഷൻ. ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വെലോസിറ്റി റീമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആരുടെ? വെലോസിറ്റിയുടെ റീമെയിൻ കോൺസ്റ്റൻറ്റ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കണ്ട, ഇതാണത്.